ഹലോ നമസ്കാരം. എൻ്റെ ഒരു ബേസി ചേലക്കര. അപ്പം ഞാനിന്ന് മറ്റൊരു മോട്ടിവേഷൻ ക്ലാസ്സായിട്ട് വന്നതാണ്. വേറെ ഒന്നുമല്ല, ഈ മോട്ടിവേഷൻ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് അറിവും ഒപ്പം ബോധവൽക്കരണവും ആയിട്ട് തന്നെ വന്നതാണ്. ഇതിലൂടെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഞാൻ പറഞ്ഞ ഈ കഥയിലൂടെ നിങ്ങൾക്ക് ഇൻസ്പയർ ആവുകയും അത് നിങ്ങൾക്ക് ചിന്തിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ആരംഭിക്കുകയാണ്. ഒരു ചെറിയ കഥ രൂപത്തിന് പറയാം. ഒരു ഭാര്യയും ഭർത്താവും ഒരു വീട്ടിൽ താമസിക്കുകയാണ്. അപ്പോൾ ആ വീട്ടിൽ ഒരു സ്ത്രീ ഭർത്താവിനോട് പറയുകയാണ്, ചേട്ടാ, ഞാൻ എന്നും പണി കഴിഞ്ഞ് എൻ്റെ റൂമിലെ ജനലിൽ നോക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി തുണി അലക്കുന്നുണ്ട്. പക്ഷേ ആ ചേച്ചിയുടെ ഡ്രസ്സിൽ ഫുൾ അഴുക്കാണ്. ജനലിൽ കൂടെ നോക്കുമ്പോൾ എല്ലാ ദിവസവും ചെളിയൊക്കെ ആ ചേച്ചിയുടെ മേത്ത് കാണാണെന്ന് ഈ പെൺകുട്ടി ആ ഭർത്താവിനോട് പറയുകയാണ്. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, ആ പോട്ടെ, കുഴപ്പമില്ല പറഞ്ഞിട്ട് ആ മൈൻഡ് ചെയ്യാതെ ആ പുള്ളിക്കാരൻ ജോലിക്ക് പോവാണ്. പക്ഷേ അങ്ങനെ വന്ന് എപ്പോഴും ഇങ്ങനെ പറയാൻ തുടങ്ങി. പക്ഷേ ആ പുള്ളി മൈൻഡ് ചെയ്യണില്ല, ജോലിക്ക് പോയി തിരക്കും കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോയി. അങ്ങനെ ഒരു ദിവസം ഞായറാഴ്ച ഒരു രാവിലെ എണീച്ച് ഈ പെൺകുട്ടി പണികളൊക്കെ തീർത്തിട്ട് ആ ജനൽ വഴി ആ അലുവക്കത്തെ ചേച്ചിയുടെ അലുക്കണ ജനലിൽ കൂടെ നോക്കിയപ്പോൾ ആ ചേച്ചി അലക്കുമ്പോൾ ഒരു ഡ്രസ്സിൽ ഒരു ചെളിയില്ല, വൃത്തിയായിട്ടാണ് അലക്കണത്. ഡ്രസ്സൊക്കെ നല്ല വൃത്തിയുണ്ട്. അപ്പോൾ ആ ഭർത്താവിനോട് ഈ പെൺകുട്ടി പറഞ്ഞു, ചേട്ടാ, ഇതെന്തെങ്ങനെ? ഞാൻ ഇത്ര ദിവസം നോക്കിയപ്പോൾ ഈ ഈ ചേച്ചിയുടെ ഡ്രസ്സിൽ അയക്കായിരുന്നു, പക്ഷെ ഇപ്പോൾ ചേച്ചിയുടെ ഡ്രസ്സിൽ അയക്കില്ല, ഇതെന്തെങ്ങനെയെന്ന് ചേട്ടനോട് ഈ പെൺകുട്ടി ചോദിച്ചു. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, മോളെ, ഇത്ര ദിവസം നോക്കിയത് നമ്മുടെ ജനൽ വഴി നോക്കിക്കൊണ്ടാണ്, നമ്മുടെ കണ്ണുകൂടെ ജനൽ വഴി നോക്കിക്കൊണ്ട് ആ ജനൽ ഞാനിന്ന് വൃത്തിയാക്കിയപ്പോൾ ഇപ്പോൾ പ്രശ്നമില്ല. ജനലും പിടിയൊക്കെ വൃത്തിയാക്കിയിട്ട് ഞാൻ രാവിലെ എണീച്ച് ജനലൊക്കെ വൃത്തിയാക്കി. അതുകൊണ്ടാണ് അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ഒരു ചെളിയില്ലാതെ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ചേച്ചി അയൽവക്കത്തെ ചേച്ചിക്കല്ല പ്രശ്നം, നമ്മൾ നോക്കുന്ന കണ്ണുകൊണ്ട് നോക്കുന്ന കാര്യങ്ങൾക്കാണ് പ്രശ്നമെന്ന് ആ ഭർത്താവ് ആ പെൺകുട്ടിക്ക് പറഞ്ഞു കൊടുത്തു. എന്ന് വെച്ചാൽ ചുരുക്കത്രേ ഉള്ളൂ, നമ്മൾ എന്താണോ നോക്കുന്നത്, നമ്മുടെ മനസ്സിൽ ദുഷ്ട ചിന്തകളോടെ നമ്മൾ എന്താണോ നോക്കുന്നത് അതാണ് തെറ്റ്. അല്ല, മറ്റുള്ളവർക്ക് ഒരു തെറ്റുണ്ടാവില്ല, മറ്റുള്ളവരുടെ കാര്യങ്ങൾക്കോ മറ്റുള്ളവർക്കോ ഒന്നും ഒരു തെറ്റുണ്ടാവില്ല. നമ്മുടെ കണ്ണിലാണ് പ്രശ്നം. നമ്മൾ കണ്ണുകൂടെ കാര്യങ്ങൾ നോക്കുമ്പോഴാണ് പ്രശ്നം. ആദ്യം നമ്മുടെ മനസ്സ് വൃത്തിയായിട്ട് എല്ലാം നോക്കിയാൽ മറ്റുള്ളവരെ നന്മ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ തിന്മ ഉണ്ടാവുന്നത് നമ്മുടെ ദുഷ്കണ്ണോട് നോക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നന്മ കാണണമെങ്കിൽ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മുടെ മനസ്സിലെ ഒരു ചെളിയില്ല, ശുദ്ധ മനസ്സോടെ നമ്മൾ നോക്കിയാൽ മറ്റുള്ളവരെ ശുചിത്വം നമുക്ക് കാണാൻ സാധിക്കും, മറ്റുള്ളവരുടെ നന്മ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സീ യു സൂൺ. അപ്പോൾ ഇതുപോലെ ഡെയിലി മോട്ടിവേഷൻ ക്ലാസ്സുകൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. നമ്മുടെ ചാനൽ 450 ആയിട്ടുണ്ട്. ഒരു 1000 ആക്കണം എന്നാണ് പ്രതീക്ഷ. അതുവഴി സിനിമയിൽ കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാം സഹകരിക്കുക. അപ്പോൾ അടുത്ത മോട്ടിവേഷൻ ക്ലാസ്സിൽ വീണ്ടും വരാം. ബേസി ചേലക്കര സൈനിങ് ഔട്ട്. താങ്ക് യു.